നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ എനർജി പോസിറ്റീവായിരിക്കുമോ നെഗറ്റീവായിരിക്കുമോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ഇസ് ദിസ് വീക്ക് ഫോർ യു. വാവ്, റിവാർഡിംഗ് ആയിരിക്കും ഈ ഒരു വീക്ക് നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള പണമൊക്കെ തിരികെ ലഭിക്കുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ ഒരു സെൽഫ് പാമ്പറിങ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. ഒരു ഹാപ്പി വൈബാണ് ഉള്ളത്. ആൻഡ് ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾ മേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. ആ ഡിസിഷനെ തുടർന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക. സോ മേക്ക് യുവർ ഡിസിഷൻസ് റൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാനുള്ള ഒരു വഴിയും ഓപ്പണായി വരുന്ന ഒരു വീക്കായിരിക്കും. ട്രാവൽ ഇവിടെ കുറച്ച് പേർക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഫിനാൻഷ്യലി വളരെ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സമയമായിരിക്കും. ആൻഡ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റബേൺനെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ഇല്ലാത്തൊരു മനോഭാവമുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടും സറണ്ടർ ചെയ്യാനായിട്ടും പഠിക്കുന്നു, വിച്ച് ഈസ് എ വെരി പോസിറ്റീവ് എനർജി. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നൊരു സാഹചര്യം. ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ മുകളിൽ ആരെങ്കിലും ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൺട്രോളിനെ ഭേദിച്ച് നിങ്ങൾക്ക് പുറത്ത് കടന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫ്രീ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈവിൾ എനർജികളിൽ നിന്ന് നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ ഒരു ശക്തമായ ബൗണ്ടറി വെച്ച് അസേർട്ടീവായിട്ട് പ്രവർത്തിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആഴ്ചയും കൂടെ ആയിരിക്കും.